ദേവസ്വം കമ്മീഷണറുടെ ശുപാർശ പ്രകാരം ശബരിമല ശ്രീകോവിലിന്റെ കതകിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുതകിടുകൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും കൂടാതെ ബാക്കിയുള്ള തകിടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും ഉൾപ്പെടെയുള്ള ജോലികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും ശാസ്ത്രവിധി പ്രകാരം തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കുന്നതിന് അനുവാദം നൽകി. സാങ്കേതികമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൽ കുഴപ്പമില്ല. കാര്യം ചെന്നൈയിൽ കൊണ്ടുപോയി നടത്തണമെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. ഒന്ന്. നമ്പർ 2, പൂർണ്ണ ഉത്തരവാദിത്വം സ്പോൺസറുടെ ഉത്തരവാദിത്വത്തിൽ നടത്താം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മാനുവൽ പറയുന്നത്, ബന്ധപ്പെട്ടവരുടെ മേൽനോട്ടത്തിൽ നടത്തണം. ഈ മിനിറ്റ്സ് പിന്നീട് സെക്രട്ടറിയുടെ കയ്യിലേക്ക് വരുമ്പോൾ അതെന്തായി മാറുന്നു അറിയാമോ? ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറുന്നതിനുള്ള ഉത്തരവായി മാറി. ഇതിൽ മേൽനോട്ടം ആവശ്യമില്ല, ഇതിൽ ശസ്ത്രവിധി പ്രകാരം ഇത് നടത്തണമെന്നുള്ളത് ആവശ്യമില്ല, ഇത് സന്നിധാനത്ത് വെച്ച് നടത്തണമെന്ന് ആവശ്യമില്ല. എങ്ങനെയാണ് ഈ മിനിറ്റ്സ് സെക്രട്ടറിയുടെ ജയശ്രീയുടെ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അത് അത്ഭുതകരമായ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നു എന്ന വാചകമായി മാറുന്നു. ഇതാണ് മറ്റൊരു ഗുരുതരമായ തെറ്റ്. അപ്പോൾ ഇതിനകത്ത് തന്ത്രിയെ കൊടുക്കാൻ ചെയ്ത കാര്യം എന്താ? തന്ത്രിയുടെ പേര് ഈ മാസത്തിൽ എഴുതി വെച്ചു, എന്നിട്ട് ഒപ്പിടിയിപ്പിച്ചില്ല. ഈ വിഷയത്തിൽ തടസ്സവാദം ഉന്നയിച്ചത് തന്ത്രിയാണെന്നേ. തന്ത്രിയെ കൂടി കൊടുക്കാനുള്ള ശ്രമമുണ്ടായോ എന്നുള്ളത് കൂടി നമ്മൾ സംശയിക്കണം. ഇതൊന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2019 ദേവസ്വം ബോർഡ് അറിയാതെ നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ് നമ്മൾ കരുതുന്നത്.